അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറബി ഭാഷ സമഗ്ര പഠനം, പഠന ക്ലാസ് 2. അറബി ഭാഷ പഠിക്കുമ്പോൾ അനേകം ഫിഅലുകളും അനേകം ഇസ്മുകളും നാം പഠിക്കേണ്ടി വരും. ഒരു ഫിഅലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഫിഅലിൻ്റെ വിവിധ രൂപങ്ങൾ പഠിക്കണം. ആ ഫിഅലിൻ്റെ വസ്ന് പഠിക്കണം. ഏതെല്ലാം വസ്നുകളിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് പഠിക്കണം. ഓരോ വസ്നിലും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഒരു ഇസ്മ് പഠിക്കുമ്പോൾ ആ ഇസ്മിൻ്റെ ജംഉകൾ, മറ്റു വിവിധ രൂപങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. ഓരോ ഫിഅലും ഓരോ ഇസ്മും ഉപയോഗപ്പെടുത്തി വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. ഓരോ ഫിഅലും ഓരോ ഇസ്മും പഠിക്കുമ്പോൾ അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രയോഗങ്ങൾ നാം പഠിക്കണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. സാധാരണ നാം ഒരു കിതാബ് ഓതിക്കൊടുക്കുമ്പോൾ ഒരു ഇബാറത്ത് വായിച്ചാൽ ആ ഇബാറത്തിലെ ഓരോ ലഫ്ളിൻ്റെയും കൃത്യമായ അർത്ഥം പറഞ്ഞു കൊടുക്കും. ഒരു വാക്യം പൂർത്തിയാകുമ്പോൾ ആ വാക്യത്തിലെ ആശയം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓരോ ലഫ്ദിനെ കുറിച്ചും വിശദമായി പറയാൻ സമയമുണ്ടാവുകയില്ല. എന്നാൽ മുതഅല്ലിംകൾ ഓതുന്ന കിതാബുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഫിഅലുകളെക്കുറിച്ചും ഇസ്മുകളെക്കുറിച്ചും ഒഴിവുള്ള സമയങ്ങളിൽ വിശദമായി പഠിക്കണം. അതിൻ്റെ ഒരു മോഡൽ ഇന്ന് ഞാൻ പറയുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, സബ്ഖിൽ പറയുന്ന ശൈലിയിലല്ല ഞാൻ പറയുന്നത്. കാരണം സബ്ഖിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സമയമുണ്ടാവില്ലല്ലോ. ഭാഷ പഠനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഭാഷ പഠിപ്പിക്കുമ്പോഴാണ് ഭാഷാ പഠനം നന്നായി തീരുക. അതിനാലാണ് ഇങ്ങനെ ഒരു പഠന ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന പദങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഹാഷിയ, ഹാഷിയത്തു ഷർവാനി
ഒന്നാം വാള്യം 238 പേജിലെ ഒരു ഇബാറത്തിലെ പദങ്ങളാണ്. ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ അശ്ശൈഖു അൽ അല്ലാമത്തു അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു അൻഹു ഹാഷിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. ആ കാര്യങ്ങൾ പഠിപ്പിക്കലല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ആ ഇബാറത്തിലെ പദങ്ങൾ പഠിപ്പിക്കലാണ്. എന്നാൽ ആശയവും പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന് മാത്രം. വകദാലിക യൂജിബുൽ ഫഖറ കസ്റത്തുൻ നൗമി വന്നൗമു ഉരിയാനൻ ഇദാ ലം യസ്തതിർ ബിശൈഇൻ വൽ അക്ലു ജുനുബൻ. ഈ ഇബാറത്തിലെ ചില പദങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ആ പദങ്ങൾ മാത്രമല്ല, ആ പദങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും പഠിപ്പിക്കും. അവയെല്ലാം നന്നായി ശ്രദ്ധിക്കണം. വകദാലിക അതുപോലെ, യൂജിബു നിർബന്ധമാക്കും, അൽ ഫഖറ ദാരിദ്ര്യത്തെ, കസ്റത്തുൻ നൗമി അമിത ഉറക്കം. ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അമിത ഉറക്കം. അമിതമായി ഉറങ്ങരുത്. നിത്യവും അമിതമായി ഉറങ്ങിയാൽ, പതിവായി അമിതമായി ഉറങ്ങിയാൽ അല്ലാഹു തആല ആ വ്യക്തിക്ക് ദാരിദ്ര്യം നൽകാൻ സാധ്യതയുണ്ട്. ഇനി ഫഖറുൻ എന്ന പദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫഖറ യഫ്ഖുറു ഫഖറൻ. ഫഖറ എന്നതിൻ്റെ മസ്ദറാണ് ഫഖറൻ എന്നത്. ഫഖറുൻ, ഫഖറൻ, ഫഖരിൻ. അൽ ഫഖറു, അൽ ഫഖറ, അൽ ഫഖരി. ഫഖറ അവൻ ദരിദ്രനാക്കി, അവൻ ദാരിദ്ര്യം വരുത്തി. യഫ്ഖുറു അവൻ ദരിദ്രനാക്കുന്നു, അവൻ ദരിദ്രനാക്കും. അവൻ ദാരിദ്ര്യം വരുത്തുന്നു, അവൻ ദാരിദ്ര്യം വരുത്തും. ഫഖറൻ ദരിദ്രനാക്കൽ, ദാരിദ്ര്യം വരുത്തൽ. അൽ ഫഖറ എന്നതിന് ദരിദ്രനാക്കൽ
എന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ യൂജിബു നിർബന്ധമാക്കും, അൽ ഫഖറ ദരിദ്രനാക്കലിനെ, അൽ ഫഖറ ദാരിദ്ര്യം വരുത്തലിനെ. ഇങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമോ? അങ്ങനെയും വെക്കാം. എന്നാൽ ഇവിടെ അൽ ഫഖറ ദാരിദ്ര്യത്തെ, കഷ്ടപ്പാടിനെ, ഇല്ലായ്മയെ, അൽ ഫഖറ ആവശ്യത്തിനു വേണ്ട വക ഇല്ലാതിരിക്കലിനെ, അൽ ഫഖറ അപര്യാപ്തിയെ, ഇങ്ങനെയെല്ലാം പറയാം. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഖറുൻ എന്നതിൻ്റെ വിപരീത പദം ഗിന എന്നതാണ്. ഫഖറ എന്ന പദത്തിന് വേറെ അർത്ഥങ്ങളുണ്ടോ? ഫഖറ എന്ന ഫിഇലിനും ഫഖറ എന്ന ഫിഇലിനും സഖബ എന്ന ഫിഇലിൻ്റെ ചില അർത്ഥങ്ങൾ ഉണ്ട്. ഫഖറ, ഫഖറ, സഖബ എന്നിവയുടെ ചില അർത്ഥങ്ങൾ: അവൻ തുരന്നു, അവൻ തുളച്ചു, അവൻ തുളയിട്ടു. ഫഖറ എന്ന ഫിഇലിന് ഹഫറ എന്ന ഫിഇലിൻ്റെ അർത്ഥവുമുണ്ട്. ഫഖറ, ഹഫറ എന്നിവയുടെ ഒരു അർത്ഥം: അവൻ കുഴിച്ചു. ഫഖറ എന്ന ഫിഇലിന് ഇഖ്ഫഖ ബിറഅ്സിഹി എന്നതിൻ്റെ അർത്ഥമുണ്ട്. അവൻ തലയാട്ടി, അവൻ ശിരകമ്പനം ചെയ്തു. ഇനി ഫഖിറ യഫ്ഖറു, ഫഖറൻ എന്നിവയുടെ അർത്ഥങ്ങൾ ഏതെല്ലാം? ഫഖിറ നട്ടെല്ല് വേദനിച്ചു, യഫ്ഖറു നട്ടെല്ല് വേദനിക്കുന്നു, നട്ടെല്ല് വേദനിക്കും. ഫഖറൻ നട്ടെല്ല് വേദനിക്കൽ. ഫഖ്റൻ എന്നതിൻ്റെയും ഫഖറൻ എന്നതിൻ്റെയും അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഫഖുറ യഫ്ഖുറു ഫഖ്റൻ വ ഫഖാറത്തൻ. ഫഖുറ അവൻ ദരിദ്രനായി, അവൻ ആവശ്യക്കാരനായി, അവൻ മുട്ടുള്ളവനായി, അവൻ കൈക്കലർത്ഥമില്ലാത്തവനായി. ഫഖുറ കൈക്കലർത്ഥമില്ലാതായി. യഫ്ഖുറു അവൻ ദരിദ്രനാകുന്നു, അവൻ ദരിദ്രനാകും. അവൻ ആവശ്യക്കാരനാകുന്നു, അവൻ ആവശ്യക്കാരനാകും. അവൻ മുട്ടുള്ളവനാകുന്നു, അവൻ മുട്ടുള്ളവനാകും. യഫ്ഖുറു കൈക്കലർത്ഥമില്ലാതാകുന്നു, കൈക്കലർത്ഥമില്ലാതാകും. ഫഖ്റൻ ഫഖാറത്തൻ എന്നിവയുടെ അർത്ഥങ്ങൾ: ദരിദ്രനാകൽ, ആവശ്യക്കാരനാകൽ, മുട്ടുള്ളവനാകൽ, കൈക്കലർത്ഥമില്ലാതാകൽ. അഫ്ഖറ
നട്ടെല്ലിനു ബലമുണ്ടായി. അഫ്ഖറഹു എന്നതിന് ജഅലഹു ഫഖീറൻ എന്നതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അഫ്ഖറഹു എന്നതിൻ്റെ അർത്ഥങ്ങളും ജഅലഹു ഫഖീറൻ എന്നതിൻ്റെ അർത്ഥങ്ങളും ശ്രദ്ധിക്കുക. അവൻ അയാളെ ദരിദ്രനാക്കി, അവൻ അവനെ ദരിദ്രനാക്കി, അവൻ അവനെ ദാരിദ്ര്യം അനുഭവിപ്പിച്ചു, അവൻ അവനെ ആവശ്യക്കാരനാക്കി. ഇഫ്തഖറ യഫ്തഖിറു ഇഫ്തിഖാറൻ, ഇഫ്തഖറ അവൻ ദരിദ്രനായി, അവൻ ദാരിദ്ര്യം അനുഭവിച്ചു, കൈക്കൽ അർത്ഥമില്ലാതായി. ഇഫ്തഖറ ഇല ആവശ്യം നേരിട്ടു, ഇഫ്തഖറ ഇല വേണ്ടി വന്നു. ഇപ്പോൾ അനേകം പ്രയോഗങ്ങൾ പറഞ്ഞു. ഇവയെല്ലാം നന്നായി മനസ്സിലാക്കി വെക്കണം. ഇനി കസ്റത്തുൻ നൗമി എന്നതിലെ കസ്റത്തു എന്ന ലഫ്ദിനെ കുറിച്ച് മനസ്സിലാക്കാം. കസ്റത്തുൻ എന്നത് മസ്ദറാണ്. ഏതിൻ്റെ മസ്ദറാണ് കസ്റത്തുൻ എന്നത്? കസുറ യക്സുറു കസുറത്തൻ കുസുറൻ. ശ്രദ്ധിക്കുക, കസുറ എന്നതിൻ്റെ മസ്ദറുകൾ ഏവ? ഒന്ന് കസുറത്തൻ, രണ്ട് കുസുറൻ. കസ്റത്തുൻ, കസ്റത്തൻ, കസ്റത്തിൻ. അൽ കസ്റത്തു, അൽ കസ്റത്ത, അൽ കസ്റത്തി. കുസ്റുൻ, കുസ്റൻ, കുസ്രിൻ. അൽ കുസ്റു, അൽ കുസ്റ, അൽ കുസ്രി. കസുറ അത് കൂടുതലായി, അത് വർദ്ധിച്ചു. കസ്റത്തൻ കൂടുതലാകൽ, വർദ്ധിക്കൽ. കുസ്റൻ കൂടുതലാകൽ, വർദ്ധിക്കൽ. കസ്റത്തുൻ നൗമി ഉറക്കം കൂടുതലാകൽ, ഉറക്കം വർദ്ധിക്കൽ. കുസുറുൻ നൗമി ഉറക്കം കൂടുതലാകൽ, ഉറക്കം വർദ്ധിക്കൽ. കസുറ എന്നതും കസറ എന്നതും വ്യത്യാസമുണ്ടോ? കസറ യക്സുറു കസ്റൻ. കസറ എണ്ണത്തിൽ കവിഞ്ഞു, എണ്ണത്തിൽ കൂടുതലായി, എണ്ണത്തിൽ ഏറി നിന്നു. കസ്സറ യുകസ്സിറു തക്സീറൻ. കസ്സറ അവൻ വർദ്ധിപ്പിച്ചു, അവൻ ധാരാളമാക്കി. കസ്സറ എന്ന ഫിഇലിന് അതാ ബിൽ കസീരി എന്നതിൻ്റെ അർത്ഥമുണ്ട്. അവൻ ധാരാളമായി ചെയ്തു, അവൻ ധാരാളം നൽകി. കസ്സറ മിനൽ ഫിഇലി അവൻ ധാരാളം പ്രവർത്തിച്ചു. കസ്സറ ഫിൽ കലാമി അവൻ കൂടുതൽ സംസാരിച്ചു, അവൻ ധാരാളം സംസാരിച്ചു. ഇനി ഒരു പ്രയോഗം പറയാം. കസ്സറല്ലാഹു ഖൈറക, അല്ലാഹു താങ്കൾക്ക് ഐശ്വര്യം ചൊരിയട്ടെ.
നന്ദി പ്രകടനമാണ് കസ്സറല്ലാഹു ഖൈറക എന്ന് പറയല്. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കസ്സറല്ലാഹു ഖൈറക എന്ന് പറയുക. അല്ലാഹു നിനക്ക് ഐശ്വര്യം ചൊരിയട്ടെ. കാസറ യുകാസിറു മുകാസറത്തൻ. കാസറ എണ്ണത്തിൽ ഏറി നിന്നു. കാസറ കവിഞ്ഞു. കാസറ എണ്ണത്തിൽ മത്സരിച്ചു, അളവിൽ മത്സരിച്ചു. അക്സറ എന്ന ഫിഅലിന് ജഅലഹു കസീറൻ എന്നതിൻ്റെ അർത്ഥമുണ്ട്. അക്സറ അവൻ വർദ്ധിപ്പിച്ചു, അവൻ പെരുപ്പിച്ചു. അക്സറ എന്നതിന് അത്താബിൽ കസീരി എന്നതിൻ്റെ അർത്ഥമുണ്ട്. ധാരാളമായി നൽകി, ധാരാളമായി ചെയ്തു. അക്സറ മിനൽ ഫിഅലി ധാരാളമായി പ്രവർത്തിച്ചു, ഒട്ടേറെ പ്രവർത്തിച്ചു. അക്സറ ഫിൽ കലാമി ധാരാളം സംസാരിച്ചു. കസ്സറ ഫിൽ കലാമി അവൻ ധാരാളം സംസാരിച്ചു, അവൻ കൂടുതൽ സംസാരിച്ചു. അക്സറ ഫിൽ കലാമി അവൻ ധാരാളം സംസാരിച്ചു, അവൻ കൂടുതൽ സംസാരിച്ചു. കസ്സറ ഫിൽ കലാമി, അക്സറ ഫിൽ കലാമി എന്നിവയുടെ അർത്ഥങ്ങൾ ഒരുപോലെയാണ്. കസ്സറ മിനൽ ഫിഅലി അവൻ ധാരാളം പ്രവർത്തിച്ചു. അക്സറ മിനൽ ഫിഅലി അവൻ ധാരാളം പ്രവർത്തിച്ചു, അവൻ ധാരാളമായി പ്രവർത്തിച്ചു, അവൻ ഒട്ടേറെ പ്രവർത്തിച്ചു. തകാസറ എന്നതിന് കസുറ എന്നതിൻ്റെ ചില അർത്ഥങ്ങളുണ്ട്. തകാസറ വർദ്ധിച്ചു, കസുറ വർദ്ധിച്ചു. തകാസറ കൂടി, കസുറ കൂടി. തകാസറൽ ഖൗമു ജനങ്ങൾ എണ്ണക്കൂടുതലിൽ അഭിമാനം കൊണ്ടു. ജനങ്ങൾ വർധനക്കു മത്സരിച്ചു. ജനങ്ങൾ കൂടുതലാകാൻ വാശി പിടിച്ചു. ഇസ്തക്സറ ഏറെ ഉള്ളതായി ഗണിച്ചു, ധാരാളമെന്ന് വിചാരിച്ചു. ഇനിയും അനേകം പ്രയോഗങ്ങളുണ്ട്, മുഴുവൻ പറയാൻ സമയമില്ല. കസ്റത്തുൻ നൗമി കസ്റത്തു എന്ന മുളാഫും അൻ നൗമി എന്ന മുളാഫുൻ ഇലൈഹിയും രണ്ടും മസ്ദറുകളാണ്. കസ്റത്തു എന്നത് മസ്ദറാണ്, അൻ നൗമി എന്നതും മസ്ദറാണ്. മസ്ദറിൽ അലിഫ് ലാം കൊടുത്തു. ഇനി നൗമുൻ എന്ന കലിമത്തിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കണം. നാമ എന്നതിൻ്റെ മസ്ദറാണ് നൗമുൻ എന്നത്. നാമ യനാമു, നൗമൻ നിയാമൻ. നാമ അവൻ ഉറങ്ങി, യനാമു അവൻ ഉറങ്ങുന്നു, അവൻ ഉറങ്ങും. നൗമൻ ഉറങ്ങൽ, നിയാമൻ ഉറങ്ങൽ. നാമ അവൻ നിദ്ര കൊണ്ടു, യനാമു അവൻ നിദ്ര കൊള്ളുന്നു, അവൻ നിദ്ര കൊള്ളും. നൗമൻ നിദ്ര കൊള്ളൽ, നിയാമൻ നിദ്ര കൊള്ളൽ. നാമ എന്ന ഫിഅലിന് റഖദ എന്ന ഫിഅലിന്റെ അർത്ഥമുണ്ട്. നാമ അവൻ ഉറങ്ങാൻ കിടന്നു, റഖദ അവൻ ഉറങ്ങാൻ കിടന്നു. ഇനി ചില പ്രയോഗങ്ങൾ പറയാം. നാമൽ ബഹ്റു സമുദ്രം ശാന്തമായി. സമുദ്രം കാറ്റും കോളും തിരയും അടങ്ങി. നാമൽ ബഹ്റു കാറ്റും കോളും തിരയും അടങ്ങി. നാമ അൻ ഹാജത്തിഹി, നാമ അൻ ഹാജത്തിഹി അവൻ അവഗണിച്ചു, അവൻ വിട്ടുകളഞ്ഞു, അവൻ ഉപേക്ഷിച്ചു.
നാമത്തിൽ ബിളാഅത, നാമത്തിൽ ബിളാഅത്തു, വിറ്റഴിയാതെ കിടന്നു. ചരക്ക് വിറ്റഴിയാതെ കിടന്നു. നാമത്തിൽ റിജ്ലു, കാൽ തരിച്ചു, കാൽ മരവിച്ചു. നാമത്തിൽ റീഹു, കാറ്റടങ്ങി, നിശ്ചലമായി. നാമത്തി സൂഖു, മന്ദീഭവിച്ചു, ക്രയവിക്രയങ്ങൾ കുറഞ്ഞു. നാമത്തിൻ നാറു, തീ കെട്ടുപോയി, തീ അണഞ്ഞു. നാമ ഇലൈഹി, അവൻ നമ്പി, അവൻ വിശ്വസിച്ചു. നാമ അനിശൈഇ, അവൻ വിസ്മരിച്ചു, അവൻ ഓർക്കാതിരുന്നു. നവ്വമ യുനവ്വിമു തൻവീമൻ, നവ്വമ, അവൻ ഉറക്കി, അവൻ നിദ്ര ചെയ്യിച്ചു. നവ്വമൽ വലത, അവൻ കുട്ടിയെ ഉറങ്ങാൻ കിടത്തി. നവ്വമ എന്ന ഫിഅലിന് ഖദ്ദറ എന്ന ഫിഅലിന്റെ അർത്ഥങ്ങളുണ്ട്. നവ്വമ, ഖദ്ദറ, അവൻ മരവിപ്പിച്ചു, അവൻ മയക്കി, അവൻ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കി. തനവ്വമ, സ്വപ്നസ്ഖലനമുണ്ടായി, നിദ്രയിൽ അനിച്ഛയാസ്ഖലനമുണ്ടായി. തനാവമ യതനാവമു തനാവുമൻ, തനാവമ, അവൻ ഉറക്കം നടിച്ചു, അവൻ ഉറക്കം ഭാവിച്ചു. തനാവമ ഇലൈഹി, അവൻ നമ്പി, അവൻ വിശ്വാസം തോന്നി. മനസ്സടക്കം വന്നു, വിശ്വാസം തോന്നി, മനസ്സടക്കം വന്നു, ഉറപ്പു തോന്നി. ഇസ്തനാമ, അവൻ സമാധാനിപ്പിച്ച് ഉറക്കി, അവൻ മയക്കി ഉറക്കി, അവൻ മയക്കുമരുന്ന് കൊടുത്തു ഉറക്കി. ഇസ്തനാമ ഇലൈഹി, അവൻ തൃപ്തി അടക്കി, അവൻ മനസ്സിന് സമ്മതമായി. ഇസ്തനാമ ഇലൈഹി, മനസ്സിന് സമ്മതമായി, മനസ്സിന് ഇണങ്ങി. നൗമുൻ, നുവാമുൻ, നിദ്ര, ഉറക്കം. സുഷുപ്തി, സുപ്തി. നൗമുൻ എന്നതിൻ്റെ വിപരീതമായും നുവാമുൻ എന്നതിൻ്റെ വിപരീതമായും യഖ്ലത്തുൻ എന്ന പദം പറയാം. ഈ പദങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇനി ബാക്കി പദങ്ങൾ പിന്നീട് പറയാം. ഇപ്പോൾ തന്നെ സമയം കുറെ ആയി. ഇത് നിസ്സാര കാര്യമല്ല. ഓരോ ഫിഅലിൻ്റെയും കൃത്യമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഫിഅലിൻ്റെ അർത്ഥവും ആ ഫിഅലിൻ്റെ അർത്ഥവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നത് അല്പം പ്രയാസമുള്ളതാണ്. എന്നാൽ ഈ പ്രയാസങ്ങൾ സഹിച്ച് ഇവയെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഭാഷ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എല്ലാവരും ഇനി ഓരോ ലഫ്ദിനെ കുറിച്ചും കൃത്യമായി പഠിക്കാൻ തയ്യാറാവണം. ഓരോ ഫിഅലിൻ്റെയും ഓരോ ഇസ്മിൻ്റെയും ഓരോ ഹർഫിൻ്റെയും കൃത്യമായ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം, കൃത്യമായ അർത്ഥം എന്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം അർത്ഥം പറയുന്നത്. ഒന്നിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അർത്ഥം പറഞ്ഞാൽ പോരാ, അവിടെ ഏറ്റവും യോജിച്ച അർത്ഥം പറയണം.
വകദാലിക യൂജിബുൽ ഫഖറ കസ്റത്തുൻ നൗമി എന്ന ഇബാറത്തിലെ ചില ലഫ്ദുകൾ മാത്രമാണ് ഇപ്പോൾ വിശദീകരിച്ചത്. നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും, ഈ അർത്ഥങ്ങളെല്ലാം വേർതിരിച്ച് എങ്ങനെ മനസ്സിലാക്കി വെക്കുക? ഇത് വളരെ പ്രയാസമാണല്ലോ. പ്രയാസം തന്നെയാണ്. എന്നാൽ ഇത് ഒരു രസമായി എടുക്കണം. ഇത് വളരെ ആസ്വദിച്ചു പഠിക്കണം, രസിച്ചു പഠിക്കണം, പഠിച്ചു രസിക്കണം. അങ്ങനെ പഠിച്ചാൽ ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടും. അല്ലാഹു തആല അറബി ഭാഷ സമഗ്രമായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ അറബി ഭാഷാ പഠനം ഖുർആൻ പഠിക്കുന്നതിനും ഹദീസുകൾ പഠിക്കുന്നതിനും സഹായകരമാവട്ടെ. അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകട്ടെ, നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.